മലയാള സിനിമയിലെ പല നടിമാർക്കും തിക്താനുഭവങ്ങൾ വളരെയധികം ഉണ്ട്. സെക്ഷുവലായിട്ട് അസോൾട്ട് ചെയ്തിട്ടുണ്ട്, പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പറയാനൊരു വേദി അവർക്കില്ലായിരുന്നു. വേദി എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ സിനിമയിൽ ഔട്ടാകുന്ന മാത്രമല്ല, ശാരീരികമായ പീഡനം കൂടെ അക്രമം കൂടെ ഏക്കും എന്നവർക്ക് മനസ്സിലായി. അതിന് ഉദാഹരണമാണ് അതിജീവിതയുടെ, നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും നല്ല നടികളിൽ ഒരാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. അത് ദിലീപ് എന്ന നടനാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് പൾസർ സുനി എന്ന ക്രിമിനലാണ് അത് ചെയ്തത്. അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യം പകർത്തി ദിലീപിന് കൊടുത്തു എന്നാണ് ആ കേസിന്റെ രത്ന ചുരുക്കം. അതേ അനുഭവം തീർച്ചയായിട്ടും അഥവാ അതിലപ്പുറമുള്ള അനുഭവങ്ങളും ജീവൻ തന്നെ അപകടത്തിലാകുന്ന സന്ദർഭം വരെ ഉണ്ടാകാം എന്ന് ഈ നടിമാര് കണ്ടതുകൊണ്ടാണ് ഇന്ന് വരെ അവർ പരാതി കൊടുക്കാത്തത്. അത് നല്ലൊരു ന്യായീകരണം തന്നെയാണത്. ജീവനെ കൊതിയുള്ളവരാരും തീർച്ചയായിട്ടും പരാതി കൊണ്ട് പോവില്ല. പക്ഷേ WCCയുടെ പ്രവർത്തനവും ഗവൺമെന്റ് അതിനോടനുബന്ധിച്ചുണ്ടായ ഒരു കമ്മിറ്റിയും, ആ കമ്മിറ്റിയിലെ സുരക്ഷിതമായി നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പരാതി എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചത് കൊണ്ട് ആ കമ്മിറ്റിയിൽ പോയി എല്ലാവരും, WCCയിലെ അംഗങ്ങളും സിനിമാ മേഖലയെ പ്രവർത്തിക്കുന്ന പലരും, അവര് മേക്കപ്പ് മാനും അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്, അതുപോലെ അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡിലുള്ളവർ മുഴുവൻ അവിടെ പോയി അവരുടെ വേദനകൾ പങ്കുവച്ചു. അതവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ആ കമ്മിറ്റി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. മഹാനടന്മാരെ രണ്ടുപേരെയും അവിടെ വിളിച്ചു വരുത്തി. അവരെ 2 പ്രാവശ്യം വന്നു. അവരുടെ പേരിലും ആരോപണമുണ്ട്. മമ്മൂട്ടി മോഹൻലാലിനെയും വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരോപണങ്ങൾ ആ അമ്മയുള്ള ഭാരവാഹികൾ കേൾക്കണം, മലയാളത്തിലെ മഹാനടന്മാരത് കേൾക്കണം എന്ന് കരുതിയിട്ടായിരിക്കണം അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടുപേർക്കും കൃത്യമായിട്ട് അറിയാം. സിദ്ദിഖിനും അറിയാം, അമ്മ ഭാരവാഹികൾക്ക് അത് മനസ്സിലായി. അവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 17 പേരുള്ളവർക്കും ആ കാര്യങ്ങൾ മനസ്സിലായി. മമ്മൂട്ടി മോഹൻലാലും അത് കൺവേ ചെയ്തിട്ടുണ്ടാവും. രണ്ടുപേരും ഇപ്പോൾ ഒളിവിലാണ്. കാരണം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അമ്മയുടെ ചെയർമാന് ആ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ അതിനുള്ള റിയാക്ഷൻ സമൂഹത്തിൽ നിന്ന്, സിനിമാ ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് വന്നത് നമ്മളെല്ലാം കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നീങ്ങി. അദ്ദേഹത്തിന് പകരം ബാബുരാജ് ആ സ്ഥാനം ഏക്കറ്റാൻ ശ്രമിച്ചപ്പം ബാബുരാജിനും എതിരായിട്ട് ആരോപണം വന്നു. മമ്മൂട്ടി മോഹൻലാലും വന്നാൽ ആരോപണം ഉറപ്പായിരുന്നു. ആരോപണം തീർച്ചയായിട്ടും ഒന്നിക്കൂടുതൽ വന്നേനെ. അവർ മുങ്ങി. അവർ ഭാരവാഹിത്വത്തിൽ നിന്ന് അവര് രാജിവെച്ചു. എവിടെയാണെന്ന് അറിയില്ല. അവർ എറണാകുളത്തെ വസതികളെല്ലാം പൂട്ടി സ്ഥലം വിട്ട്. എന്തായാലും അവർക്കിനി മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ രണ്ടുപേരും പ്രായം കഴിഞ്ഞവരാണ്. അവരുടെ മിടുക്കൊണ്ടും മേന്മ കൊണ്ടും പിടിച്ചു നിന്നവരാണ് മലയാള സിനിമ കൺട്രോൾ ചെയ്തവരാണ്. പക്ഷെ ഇപ്പം അവര് അവിടുന്ന് കേരളത്തിൽ നിന്ന് മുങ്ങി. അവർക്ക് ഇനി ഇന്ത്യയിൽ പൊങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നല്ല കാര്യം ചെയ്തത്. അമ്മ എന്ന കപ്പൽ മുങ്ങിക്കഴിഞ്ഞു. കപ്പലിലുള്ളവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ട ആ 2-3-4 മഹാരഥന്മാര്, അവര് ജീവനക്കാരെ, കപ്പലിലെ യാത്രക്കാരെ രക്ഷപ്പെടുത്തേണ്ട ബോട്ട് അവരെ കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടവര് രക്ഷപ്പെടുന്ന ബോട്ടിൽ കയറി അവർ മുങ്ങിയിരിക്കുന്നു. അവരുടെ ജീവൻ കൊണ്ടുപോയി അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മലയാള സിനിമയിൽ ആരോപണ വിധേയരാരും തിരിച്ചു വരാൻ പോകുന്നില്ല. അവർക്കിവിടെ സ്ഥാനം ഉണ്ടാവില്ല. അവര് ഇന്ത്യയിൽ തന്നെ വിട്ടുനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ കല്ലെറിയ ആൾക്കാര്, കാരണം അവരുടെ സങ്കല്പത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ചവരാണ്. പക്ഷെ അവരുടെ പ്രൈവറ്റ് ലൈഫ് പലരും വേദനപ്പെടുത്തുന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ടാവും. അവരേതായാലും ബുദ്ധിപൂർവം മാറി. അവരൊരു പ്രസ് കോൺഫറൻസ് നടത്താതിരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. സിദ്ദിഖിന്റെ അനുഭവം അവർക്ക് മനസ്സിലായി. മലയാളത്തിലെ നല്ല നടന്മാരിലേക്ക് ഏറ്റവും മൃഗസ്ഥാനം വഹിക്കുന്ന സിദ്ദിഖിന്റെ അവസ്ഥ നമ്മൾ കണ്ടു. ഏതായാലും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കൊടുക്കില്ല. 10-ാം തീയതി ഏതായാലും ഹൈക്കോടതി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അതേപടി അൺസെൻസേർഡ് മുഴുവൻ റിപ്പോർട്ടും പരിശോധിച്ച്
അതിനൊരു തീരുമാനം. അതിനകത്ത് ഒരു കോഗ്നിസബിൾ ഒഫൻസും അതിനകത്ത് സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള അറ്റംപ്റ്റും ഉണ്ടെങ്കിൽ അതിനൊക്കെ കേസെടുത്തേ പറ്റുള്ളൂ. ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള 1-2 പേരെ നടപടിയെടുക്കാനുള്ള ഒരു ഓർഡർ ആയിരിക്കില്ല വരുന്നത്. കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്ത് എല്ലാ സംഭവത്തിനെതിരായി കേസെടുക്കണമെന്ന് ഡയറക്ഷൻ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ആർക്കും മോചനമില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഹെൽപ്പ് ഈ കാര്യത്തിൽ ലഭിക്കുമെന്ന് കരുതരുത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സഹായിക്കാൻ കഴിയില്ല. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവത്തില് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വരും. സിദ്ദിഖ് നമുക്കറിയാം, ദിലീപിന്റെ കാര്യത്തില് അതിന് ദിലീപിനോടൊപ്പം നിന്ന വ്യക്തിയാണ്. ദിലീപിനെ പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യാൻ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോയ വ്യക്തിയാണ്. ജയിലിൽ പോയി ദിലീപിനെ സന്ദർശിച്ച വ്യക്തിയാണ്. രഞ്ജിത്തും ആ കൂടെ സിദ്ദിഖിന്റെ ഒപ്പം പോയി ദിലീപിനെ സന്ദർശിച്ചു. ദിലീപിന് സാമ്പത്തികമായ നല്ല മെച്ചമായത് കൊണ്ടാണ് ആ കേസ് 2017 മുതൽ നിരന്തരമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോലീസ് കൊടുത്തതിന് കൗണ്ടർ കൊടുക്കുകയും അവരുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ധാരാളം പെറ്റീഷൻസും ഓരോ ഇഞ്ചു പോയിന്റിനും എതിരായി പോയ ചരിത്രം നമുക്കറിയാം. അതുപോലെ സിദ്ദിഖിനും അതേ രീതിയിൽ തന്നെ സഞ്ചരിക്കേണ്ടി വരും. സാമ്പത്തികമായി നല്ല ഉന്നതി നിൽക്കുന്ന നടന്മാരായതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. വാദിയായ രേവതി സമ്പത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പരാതി കൊടുത്ത് അതിൻ്റെ അന്വേഷണത്തിൽ സഹകരിക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് പണം ചെലവാകുവാനൊന്നുമില്ല. എങ്കിലും അവര് അനുഭവിച്ച ട്രോമ, മാനസിക സമ്മർദ്ദം അതിനൊരു പരിഹാരമായി എന്നെനിക്ക് തോന്നുന്നു. കാരണം സുരക്ഷിതമായിക്കെ അവർക്ക് കേസ് കൊടുക്കാൻ കഴിഞ്ഞു. മലയാള സിനിമയെ ഇനിയുള്ള ഈ പരിക്കേൽക്കാതെ മലയാള സിനിമാ രംഗത്ത് നിൽക്കുന്ന കഴിവുള്ള ചെറുപ്പക്കാരികളായ നടിനടന്മാരും അവരെ പ്രൊഡ്യൂസർമാരും അവര് യഥേഷ്ടം മുന്നോട്ട് പോകട്ടെ. ഇവരെ ഈ ഒരു സംഭവങ്ങൾ അത് അതിൻ്റെ വഴിക്കൂടെ പോട്ടെ. മലയാള സിനിമ ആ പുതിയ മേഖലയിലേക്ക് പുതിയ ഭാരവാഹികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്.